നമസ്കാരം. ഇപ്പോൾ ഇത് ശംഖുമുഖം ബീച്ചാട്ടോ. ശംഖുമുഖം ബീച്ചാണ്. കാണപ്പുറത്തെ കണ്ടു നമ്മളൊക്കെ കളിച്ച് നടന്ന ഫുട്ബോളൊക്കെ കളിച്ച് ഓടി നടന്ന ശംഖുമുഖം ബീച്ചാണ്. അതെല്ലാം ബോട്ടാണ്. കടൽ വന്ന് എല്ലാം അടിച്ച് സുനാമി വന്നെല്ലാം അടിച്ച് തകർത്ത് കളഞ്ഞു. അപ്പോൾ ആൾക്കാരൊക്കെ കുളിക്കുന്നില്ലാണ്ടോ. കടൽ എല്ലാവരും വെള്ളത്തിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം നമ്മുടെ ശംഖുമുഖം ബീച്ചാണിത്. ഓക്കെ, ശംഖുമുഖം ബീച്ച് ഇപ്പം ബീച്ചല്ലാതായി മാറിപ്പോയി. സുനാമി വന്ന് അടിച്ച് കണ്ടോ, എല്ലാം സുനാമി വന്ന് അടിച്ച് തകർത്താണ്. അവിടെയൊക്കെ മതിൽ കെട്ടി ഇവിടെയെല്ലാം പണ്ടത്തെ നമ്മുടെ ശംഖുമുഖമല്ല ഇതിപ്പം. നമ്മളൊക്കെ ഫുട്ബോളൊക്കെ കളിച്ച് ഓടി നടന്ന ശംഖുമുഖം ഇപ്പം മറിഞ്ഞു പോയിരിക്കണു കൂട്ടുകാരെ. അപ്പം ഞാൻ ഇന്ന് ശംഖുമുഖത്ത് വന്നു. അപ്പോൾ നമ്മുടെ ശംഖുമുഖത്ത് വീണ്ടും വന്നു. നമ്മൾ എത്ര വന്നാലും നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്ന ശംഖുമുഖം. ഞാൻ വീണ്ടും ഇന്ന് ശംഖുമുഖത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഗാർഡൊക്കെ നിർത്തിയേക്കുക, അത്ര ഡേഞ്ചറസ് ആണ്. ഇവിടെ ഗാർഡ് വന്ന് നിർത്തിയേക്കുകയാണ്. പണ്ടിവിടെ ആരില്ലായിരുന്നു, ഇപ്പോൾ ഗാർഡൊക്കെ ഉണ്ട് കണ്ടോ. വെള്ളത്തിൽ ഇറങ്ങി അപ്പം ബസ്സിലടിക്കും. പണ്ട് നമ്മളൊക്കെ ഇവിടെ പഠിച്ചപ്പോൾ ഒരു ഗാർഡിലോ ആരും നമ്മൾ വെള്ളത്തിൽ കിടന്ന് ചാടി മറിഞ്ഞ കാലം ഓർമ്മയുണ്ടോ കൂട്ടുകാരെ? ഇവിടെ ഗാർഡൊക്കെ നിർത്തിയിട്ടുണ്ട്. ഭയങ്കര ഡേഞ്ചറാണ്. വളരെ താഴ്ചയുള്ള സ്ഥലമാണ് തോന്നുന്നു. കടലൊക്കെ അടിച്ച് പറിക്കുന്നുണ്ട്. എന്നാലും ഡേഞ്ചറാന്ന് പറയുമ്പോൾ കടൽ തിരുവന്ന് അടിച്ച് തകർക്കുന്നുണ്ട്. ഏതായാലും പണ്ടത്തെ ശംഖുമുഖമല്ല ഇപ്പം. കണ്ടോ ഈ റോഡൊക്കെ അടിച്ച് സുനാമി വന്ന് അടിച്ചതാണ് ഇവിടെയെല്ലാം. പക്ഷെ ബീച്ചിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവിടെ എന്തോ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് വന്നപ്പോൾ വീണ്ടും ശംഖുമുഖത്തൊന്ന് നടന്നു കടലിലിറങ്ങി കാലൊക്കെ നനച്ച് കടലിലൊക്കെ ഇറങ്ങി ശംഖുമുഖം ബീച്ചിലൂടെ ഒന്ന് നടന്നേക്കാമെന്ന് കരുതി നടക്കുവാണ്. പണ്ടൊക്കെ നമ്മളിവിടെ വൈകുന്നേരം വന്ന പിള്ളേർ ഭയങ്കര ഫുട്ബോൾ കളി, ഓടുന്നു ചാടുന്നു, ഫുട്ബോള്, ഹാൻഡ്ബോള്, ഹാസ്ബോള്, റണ്ണിങ്, സ്പോർട്സുകാർ ആരുമില്ല ഇവിടെ. കണ്ട മൊത്തം സുനാമി അടിച്ച് തകർത്തിട്ടിരിക്കണ്ട. റോഡൊക്കെ കണ്ട തകർന്ന് കിടക്കണേ. പോലീസുകാരൊക്കെ നിൽപ്പുണ്ട് അവിടെ. റോഡൊക്കെ അടിച്ച് തകർന്ന് പോയി. ഓക്കെ, ഇതൊക്കെ ഓർമ്മയില്ലേ? പിള്ളേരൊക്കെ ഇതിനകത്തൊക്കെ വന്നിരിക്കുമായിരുന്നു. ഇതെല്ലാം സുനാമി അടിച്ചുകൊണ്ട് പോയതാണ്. കണ്ടോ, സുനാമി വന്ന് അടിച്ച് തകർത്താണ്. റോഡ് മൊത്തം സുനാമി അടിച്ച് തകർത്താണ്. റോഡ് മൊത്തം തകർന്ന് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ബീച്ചൊക്കെ തകർന്നു പോയി എന്ന് പറയാം നമുക്കല്ലേ. ബീച്ചൊക്കെ ഉണ്ട്, പക്ഷേ ബീച്ചിൽ എല്ലാം കടൽ കയറി അടിച്ച് തകർത്തു കളഞ്ഞു. അതിനിവിടെ കളിപ്പാട്ടങ്ങളൊക്കെ വെക്കുന്നുണ്ട് വിൽക്കാൻ വൈകുന്നേരത്തേക്ക്. ഓക്കെ, ശംഖുമുഖത്തിൻ്റെ അവസ്ഥ ഇതാണ്. നമ്മുടെ ശംഖുമുഖം. അപ്പോൾ എൻ്റെ ശംഖുമുഖത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യട്ടോ, ഷെയർ ചെയ്യും. ബൈ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളൊക്കെ ഈ കെട്ടിടം ഓർക്കുന്നില്ല? ശംഖുമുഖത്ത് വന്നിട്ടുള്ളവരൊക്കെ ഇവിടെയുള്ള സ്പോർട്സുകാരൊക്കെ ചാടി മറിഞ്ഞതിൻ്റെ അകത്തൊക്കെ വന്നിരുന്നിട്ടുള്ളവർ അകത്തൊക്കെ വന്ന് നമ്മൾ ഇരുന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ഓഡിറ്റോറിയം, ശംഖുമുഖത്തെ ഓഡിറ്റോറിയം. ഓക്കെ,
അവിടെ ഇപ്പോൾ ഓൾഡ് കോഫി ഹൗസ്. ഓക്കെ ബൈ ബൈ. ഇതായി